ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റീഡിംഗ് നോക്കാം. ഇന്ന് ഗൈഡൻസ് മെസ്സേജ് ആണ് നോക്കാൻ പോകുന്നത്. 3 കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷനായി മാച്ച് ചെയ്യുന്നത് മാത്രം എടുക്കുക, ബാക്കി വിട്ടേക്കുക. ആദ്യത്തെ കാർഡ് എക്സലൻസ് എന്ന കാർഡാണ്. ഈ കാർഡ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ടോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആ സിറ്റുവേഷനെ സ്വീകരിക്കുക. എന്നിട്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അത് നന്നായി ചെയ്യുക. ഇതിൽ നിങ്ങൾ ജയിക്കുന്നതും തോൽക്കുന്നതുമല്ല കാര്യം. നിങ്ങൾ ഈ ഒരു വിഷയത്തെ എങ്ങനെ നേരിടുന്നു അല്ലെങ്കിൽ പങ്കെടുക്കുന്നു എന്നതിലാണ് കാര്യം. ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ മനസ്സോടെ പങ്കെടുക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. എയിം ടു ഡു യുവർ ബെസ്റ്റ്. അടുത്ത കാർഡ് എൻലൈറ്റ്മെൻറ്റ് എന്ന കാർഡാണ്. നാളെയെക്കുറിച്ചുള്ള വേവലാതി അവസാനിപ്പിച്ച് പ്രസൻറ്റിൽ ജീവിക്കുക. ഈ സമയത്ത് ജീവിതത്തിലെ പല അത്ഭുതങ്ങളെക്കുറിച്ചും ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം ലഭിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ നന്ദി പ്രകടിപ്പിക്കുക. അതായത് നിങ്ങൾക്കുള്ളതിലെല്ലാം നന്ദി പറയുക. അടുത്ത കാർഡ് ടെലിപ്പതി എന്ന കാർഡാണ്. ഈ കാർഡ് എൻ്റെ റീഡിങ്ങിൽ മിക്കപ്പോഴും വരാറുണ്ട്. നിങ്ങളുടെ ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്സ്, പൂർവികർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് ടെലിപ്പതിയായി മെസ്സേജസ് അയക്കുന്നുണ്ട്. അത് തിരിച്ചറിയുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ, സ്നേഹം, അതുപോലെ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രചോദനം നൽകുന്നതായിരിക്കും. അതിനാൽ ഈ മെസ്സേജ് സ്വീകരിക്കുവാനും നല്ല രീതിയിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുവാനും വേണ്ടി മനസ്സിനെ തയ്യാറാക്കിയിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജസ്. താങ്ക് യു ഡിയേഴ്സ്.